എടാ അഭി, പറഞ്ഞതെല്ലാം വാങ്ങിച്ചോ? വാങ്ങിയമായി. വാങ്ങിയതിനകത്ത് പഴകിയത് വല്ലതും ഉണ്ടെങ്കിൽ വീണ്ടും അത് കൊണ്ടുകൊടുത്ത് പുതിയത് വാങ്ങേണ്ടി വരും. ഷോ, എല്ലാം ഞാൻ നോക്കി വാങ്ങിയത്. അങ്ങനെയൊക്കെ വാങ്ങാൻ പഠിക്കേ. അങ്ങനെയെങ്കിൽ ആ ജോലി നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാലോ. അല്ലടാ അഭി, ആദർശ മോനും മോന്റെ മുത്തച്ഛനും കൂടി നിനക്ക് ജ്വല്ലറിയിൽ നല്ലൊരു ജോലി തന്നതായിരുന്നല്ലോ. അപ്പൊ അവിടെ അഴിമതി നടത്തി. അവിടെ നിക്ക്, നിന്റെ അമ്മേ അടുക്കളയിലുണ്ട്. അവിടെ പെട്ടെന്ന് അങ്ങ് അടുക്കളയിൽ നിന്ന് പോണ്ട. ഞാനിപ്പോ എല്ലാം കൂടെ കൂട്ടത്തോടെ ഇറങ്ങിയിരിക്കുക. എന്ത് ചെയ്യാൻ പറ്റും? എന്താടാ നീ ആലോചിക്കുന്നത്? അവൻ ആലോചിക്കുന്ന എന്താന്ന് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ അമ്മേ. നല്ലതൊന്നും എന്തായാലും അവന്റെ മനസ്സിൽ വരത്തില്ലല്ലോ. ഞങ്ങളെക്കാളും നവ്യയുടെ ഇപ്പോഴത്തെ സംസാരത്തിലും പ്രവൃത്തിയിലും ഒക്കെ വിഷമിക്കുന്നവരാ ഗോവിന്ദനും കനകയും. അതുകൊണ്ട് കനക എപ്പം നിന്റെ സത്യങ്ങളൊക്കെ നവ്യയോട് പറയുന്നു പറയാൻ പറ്റില്ല. അതുകൊണ്ട് അമ്മായിയമ്മയും മരുമോൻ പിണക്കാതിരിക്കാൻ നോക്ക്. അമ്മായിയമ്മയോ? എന്റെ അമ്മ ഇപ്പോഴേ ഇവനെ മരുമോനായിട്ടൊന്നും അല്ല കാണുന്നത്. ചേച്ചിയെ എങ്ങനെ ഇവന്റെ പിടിയിൽ നിന്ന് രക്ഷിക്കാന്നാ അച്ഛനും അമ്മയൊക്കെ ആലോചിക്കുന്നത്. കേറി പോടാ. ഹായ് ജലജേ, ദേ നീ ഇതിന്ന് പച്ചക്കറിയൊക്കെ എടുത്ത് നല്ലൊരു അവിയൽ വെക്കണം. ദേ നിന്റെ ജീവിതം ഇപ്പൊ അവിയൽ വരുവാ. അതുപോലത്തെ അവിയൽ ആക്കരുത് ഈ അവിയല്. പിന്നെ ഇതേ നല്ല നാടൻ ചേനയാ, ഇതും അവിയലിൽ ചേർക്കണം. പിന്നെ ഉരുളക്കിഴങ്ങിടരുത്, എനിക്കിത് ഇഷ്ടമല്ല. എന്താ ചെറുജേ, നിനക്കൊരു പ്രയാസം പോലെ? ഒരു പ്രയാസമില്ല, ഞാൻ ചെയ്തോളാം. ചെയ്തോളാവുന്നല്ല, ചെയ്യണം. ഇതെല്ലാം ഒന്ന് അരിഞ്ഞു തരാവോ? അയ്യാ, ഞാനോ? നിന്നെ പോലൊരു പുറമ്പോക്ക് ഇവിടെ ഉള്ളപ്പം ഞാനെന്തിനാ ഇതൊക്കെ അറിഞ്ഞിരുന്നത്? എന്റെ ജലജമോള് തന്നെ എല്ലാം ചെയ്യണം. എന്നതാടാ നീ ഒളിഞ്ഞു നോക്കുന്നേ? ഏയ്, ഞാൻ ഒളിഞ്ഞു നോക്കിയതൊന്നുമല്ല. ഞാനേ അങ്ങോട്ട് വരുമായിരുന്നു. എന്നാ പിന്നെ അകത്തോട്ട് ചെന്നിട്ടേ നിന്റെ അമ്മയെ സഹായിക്കേ. അയ്യോ, എനിക്ക് അടുക്കളപ്പണിയൊന്നും അറിയില്ല. പഠിക്കടാ. എന്തായാലും ആദർശമോൻ ഇനി നിന്നെ ജ്വല്ലറിയിലോട്ടൊന്നും കേട്ടതില്ല. അപ്പൊ പിന്നെ അടുക്കളപ്പണിയും വീട്ടുപണിയൊക്കെ പഠിച്ചു വെക്കുന്നത് നല്ലതാ. ചെല്ല്, പോടാ. കേക്കടാ കേക്ക്. അതൊക്കെ കേൾക്കാനുള്ള അർഹത നിനക്കുണ്ട്. ഇത് നല്ല ചേനയാണോ അതോ ചൊറിയൻ ചേനയാണോ? കണ്ടിട്ട് ചൊറിയനാണെന്നാ തോന്നുന്നത്. അതൊന്നും എനിക്കറിയില്ലമ്മേ. ഇനി ഇതെല്ലാം കൂടി അരിഞ്ഞിട്ട് അവൾക്ക് അവയിൽ വെച്ച് കൊടുക്കണമെന്ന്. ഇനി ഒരിക്കലും അവര് വെച്ചു കൊടുക്കാൻ പറയരുതമ്മേ. ആ രീതിയിൽ അങ്ങ് ആക്കണം. എന്ന് വെച്ചാ? അല്ല, വല്ല സോപ്പൊടിയോ മറ്റോ അതിൽ കലക്കി വെച്ചു കൊടുത്താൽ മതി. മിണ്ടായിരിടാ, അവൾക്കറിയാം എന്നെ നിന്നെയൊക്കെ. അതുകൊണ്ട് ആദ്യം നമ്മളോടായിരിക്കും കഴിക്കാൻ പറയുന്നത്. പിന്നെ നമ്മൾ ഈ വീട്ടിന്റെ അകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടണം. അല്ലെങ്കിൽ തന്നെ ഞാൻ അടുക്കളയിൽ കയറുന്നുണ്ടേ. എന്തുണ്ടാക്കിയാലും ആദ്യം എന്നോടാ ദേവിയെ കഴിക്കാൻ പറയുന്നത്. അതുകൊണ്ട് ഭക്ഷണത്തിനകത്ത് ഒരു പരിപാടി നടക്കത്തില്ല. നീ ഒരു കാര്യം ചെയ്, അവള് പറഞ്ഞതുപോലെ കുറച്ച് തക്കാളി പച്ചമുളകും ഒക്കെ അരിഞ്ഞതാ. എനിക്കിതൊക്കെ അറിയാത്ത പണിയാണെന്ന് അമ്മയ്ക്ക് അറിയില്ലേ? കണ്ടില്ല അന്ന് കൈ മുറിഞ്ഞത്. എടാ, പിള്ളേര് നടക്കാൻ പഠിക്കുമ്പോഴേ വീഴുന്നത് പോലെയൊക്കെ തന്നെ ഇതും. തുടക്കത്തിൽ കൈയൊക്കെ മുറിയും, അത് കഴിഞ്ഞ് ശരിയായിക്കോളും. അരിയങ്ങോട്ട്. ഞാൻ പുറത്തു പോയി ചേനൊന്നും അറിയാം. ഇതിന്റെ തൊലിയൊക്കെ ഇവിടെ ഇട്ടാ പിന്നെ അത് തൂത്തുവാരാൻ നിൽക്കണം. എടാ, നോക്കി നിൽക്കാതെ ചെയ്യടാ. നീ കാരണമല്ലേ ഞാനിങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നത്. ഒന്ന് സഹായിക്കേ. നന്ദു ആണല്ലേ വിളിക്കുന്നത്? എന്തായാലും നീ ആള് കൊള്ളാം. എന്താടാ വരൂന്ന് പറഞ്ഞിട്ട് നീ വരാതിരുന്നേ? എടീം, അതിനിടയ്ക്ക് അച്ഛൻ വന്ന് കുറച്ച് ജോലി ഏൽപ്പിച്ചു. ഞാൻ അത് കഴിഞ്ഞ് ഇപ്പൊ ഇങ്ങോട്ട് വന്നേ ഉള്ളൂ. ഇപ്പോഴത്തെ ഇവിടുത്തെ അവസ്ഥയൊക്കെ നിനക്ക് അറിയാലോ. അറിയാം. അതുകൊണ്ട് ബിസിനസിന് ഫസ്റ്റ് പ്രിഫറൻസ് വേണം. അല്ല, ഞാൻ വരത്തില് നിനക്ക് വിഷമായോ? ഏയ്, വിഷമൊന്നും ആയില്ല. എനിക്ക് പിന്നെ കൂട്ടുണ്ടായിരുന്നു. കൃത്യസമയത്ത് തന്നെ നവീനേട്ടം വന്നായിരുന്നു. ഞങ്ങൾ ഒന്നിച്ച വർക്കൗട്ട് ഒക്കെ ചെയ്ത്. അതുകൊണ്ട് പെട്ടെന്ന് അവസാനിപ്പിച്ച് പോരേണ്ടി വന്നില്ല. അവൻ എന്നിട്ട് അങ്ങോട്ട് വരുന്ന കാര്യം എന്നോട് പറഞ്ഞില്ലല്ലോ. എന്താ എല്ലാം നിന്നെ വിളിച്ചു പറയേണ്ട കാര്യമുണ്ടോ? നിന്റെ ജോലിയൊക്കെ കഴിഞ്ഞോ? ഏതാണ്ട് ഒതുങ്ങിയിട്ടുണ്ട്. അല്ല, ഇപ്പൊ കാണാൻ പറ്റുമോ? ഇനിയോ? അനി, അങ്ങനെ രാത്രിയിൽ ഇറങ്ങാനൊന്നും പറ്റില്ല. പിന്നെ ആദർശിനെ വിളിച്ചായിരുന്നോ? ഇല്ല, ഇനിയിപ്പോ പിള്ളേര് കളിയൊന്നും പറ്റില്ലടേ. കുറച്ചുകൂടി സീരിയസ് ആയി പറ്റൂ. ആയിക്കോ. നിന്റെ മുത്തശ്ശന്റെ ഏട്ടന്റെ പേര് കളയരുത്. അത് കഴിഞ്ഞിട്ട് മതി നമ്മുടെ എൻജോയ്മെന്റ് ഒക്കെ. ഓക്കെ, ശരി. നവീൻ എന്നെ വല്ലാതെ പരീക്ഷിക്കാണല്ലോ. അവൻ ഇതിന് ആ സമയത്ത് അങ്ങോട്ട് പോയത്. ഒരു ചേന വാങ്ങാൻ പോലും നിനക്ക് അറിയത്തില്ലേ? ചൊറിയൻ ചേനയാണല്ലോ വാങ്ങിച്ചോണ്ട് വന്നത്. എന്റെ കൈ ചൊറിഞ്ഞൊറിഞ്ഞ് നീറുന്നു. അമ്മ അതിന് ശ്രദ്ധ ചെയ്യണമായിരുന്നു. ഇടിച്ച് നിന്റെ നെഞ്ചു കളിക്കുഞ്ഞ്. ഇതൊക്കെ ഞാൻ അറിഞ്ഞിട്ട് എത്ര കാലമായി. ചെയ്യാത്ത പണിയാ എന്നെ കൊണ്ട് ഒരുത്തി ചെയ്യിപ്പിക്കുന്നത്. നിന്റെ അമ്മായിയമ്മ വേറൊരുത്തിയെ കൊണ്ട് പൊറുതി മുട്ടി ഇരിക്കുവായിരുന്നു. അപ്പോഴാണ് ഇവളും കൂടി കയറി വരുന്നത്. വന്നു. എന്താ അമ്മയും മോനും കൂടി ഒരു ഡിസ്കഷൻ? അത് ചേന അരിഞ്ഞിട്ട് അമ്മയുടെ കൈ ചൊറിയുക. അയ്യോ കഷ്ടം. എന്താ ജലജയത്? ഒരു ചേന അറിയാൻ പോലും അറിയത്തില്ലേ? എന്നാ പിന്നെ ഇവനെ കൊണ്ട് അറിയിക്കാത്ത എന്താ? അതെ, ഞാനിങ്ങോട്ട് വന്നത് വിശേഷമുള്ള എന്റെ മോളെ കാണാൻ വേണ്ടി മാത്രമല്ല. നിങ്ങൾ രണ്ടുപേരെയും ഒന്ന് മര്യാദ പഠിപ്പിക്കാൻ കൂടിയാ. അതിപ്പോ ആദർശമോന്റെ അമ്മ അത്യാവശ്യം രണ്ടുപേരെയും കൈകാര്യം ചെയ്യുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. എന്നാലും അത് പോരല്ലോ. എന്റെ മോളെ മുൻനിർത്തി അങ്ങനെ നിങ്ങൾ രണ്ടുപേരും മുതലെടുപ്പ് നടത്തണ്ട. ഇത്രയൊക്കെ ചെയ്തത് പോരാഞ്ഞിട്ട് ഇപ്പോഴും എന്റെ മോളെ വഴിതെറ്റിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുക രണ്ടാളും. അയ്യോ ജലജെ, നന്നായിട്ട് ചൊറിയുന്നുണ്ടല്ലേ? നീ ഇങ്ങനെയൊന്നും ചൊറിഞ്ഞാ പോരാ. നിന്നെ ചൊറിയണം പറ്റി അടിക്കുക വേണ്ടത്. അമ്മ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഞങ്ങളെ സ്നേഹിക്കാനാണോ അതോ ദ്രോഹിക്കാനാണോ? വ്യക്തമായിട്ടുള്ള ഉത്തരവേ ഞാൻ ഈ രണ്ടെണ്ണത്തിന് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഈ അമ്മയും മോനെയും ദ്രോഹിക്കാനായിട്ട് തന്നെയാ ഞാൻ വന്നത്. എന്താ അതിൽ നിനക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിലേ നീ കൊണ്ടുപോയി കേസ് കൊടുക്കും. ഇവിടെ ഉള്ളവരല്ലവേ അഭിയെ അമ്മയിട്ട് പന്ത് തട്ട. അതിന്റെ കൂടെ അമ്മ എന്തിനാ നിൽക്കുന്നേ? അതെന്തിനാണെന്നേ ഈ രണ്ടെണ്ണത്തിനും അറിയാം. അത്ര മാത്രം എന്റെ മോളിപ്പോ മനസ്സിലാക്കി വെച്ചാ മതി. ഒരു അക്കാലത്തുകാരി. എന്താ ഇതൊക്കെ? എന്തിനാ അഭി അമ്മ ഇതൊക്കെ സഹിക്കുന്നേ? ഒരു കുടുംബം തകരാതിരിക്കാൻ വേണ്ടിയിട്ടാ മോളെ ഞങ്ങൾ ഇതെല്ലാം സഹിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇനി നിങ്ങൾ ആരുടെ മുന്നിൽ ചൂളി നിൽക്കേണ്ട കാര്യമില്ലെന്ന്. ഒട്ടും പ്രതീക്ഷിക്കാതെ എനിക്ക് വലിയ വലിയ ഓഫറുകളും പൈസയൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് ഇവനും അമ്മ എന്തിനാ എന്റെ അമ്മയുടെ മുന്നിൽ പോലും ചൂളി നിൽക്കുന്നത്? സാരമില്ല മോളെ, ഒരുത്തനിപ്പോ മുംബൈക്ക് പോയിട്ടുണ്ടല്ലോ, അവന് ദൈവം ശിക്ഷ കൊടുത്തോളൂ. അതെ നബി, അവൻ ഒരിക്കലും വിജയിച്ചു വരില്ല. അവൻ ആ ഡീല് കിട്ടത്തുമില്ല. അത് കണ്ട് നമുക്ക് എല്ലാവർക്കും സന്തോഷിക്കാം. ദുബായിലെ ജയിലിൽ അയാൾ കിടക്കുന്നെന്ന് പറഞ്ഞിട്ട് അയാൾ തിരിച്ചു വന്നില്ലേ? എന്നിട്ട് നമ്മൾ
തന്നെ ഇവിടെ സംഭവിക്കുള്ളൂ. മുംബൈയിൽ അയാൾ ഡീൽ ഉറപ്പിച്ചിട്ട് പുഞ്ചിരിയോടെ തിരിച്ചു വരും. അതുകൊണ്ട് അതിനപ്പുറം എന്തെങ്കിലും സംഭവിക്കുന്നു പറഞ്ഞ് സന്തോഷത്തോടെ ഇരിക്കണ്ട. നിങ്ങൾ ഇങ്ങനെ ആരുടെ മുന്നിൽ താന്നു കൊടുക്കാതിരുന്നാ മതി. അത് കാണുമ്പോ കഷ്ടം തോന്നാം. നീ കാരണമാണ് എന്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയത്. ആഹാ, ജലജെ കിടക്കൊക്കെ വിരിച്ചായിരുന്നോ? ആ, വിരിച്ചു. നമുക്ക് രണ്ടാൾക്കും കിടക്കാനുള്ള ബെഡല്ലേ, അതുകൊണ്ട് പുതിയ പൊതുപ്പൊക്കെ വിരിച്ച് അടിപൊളിയാക്കുമായിരുന്നു. ഭക്ഷണമൊക്കെ ഇഷ്ടപ്പെട്ടായിരുന്നോ? ആ, തരക്കേടില്ലായിരുന്നു. ഇനിയിപ്പോ വയറിന്റെ കണ്ടീഷനൊക്കെ നോക്കിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു ഫൈനൽ പറയാം. അയ്യോ, ഞാൻ നല്ല ഭക്ഷണം ഉണ്ടാക്കത്തുള്ളൂ. നീ അങ്ങനെ പറയുമ്പോ തന്നെ മനസ്സിലാക്കാം ഫുഡിന് എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന്. കഴിച്ചിട്ട് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ, രുചി വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഉണ്ടായിരുന്നെങ്കിൽ നിന്നെ ഞാൻ പറപ്പിച്ചേനെ, വീണ്ടും നിന്നെ കൊണ്ട് ഞാൻ ഉണ്ടാക്കിപ്പിച്ചേനെ. എന്നാ പിന്നെ കണക്ക് കിടക്ക് വാ. ഞാൻ കിടന്നോളാം, പക്ഷേ അയ്യോ ജലജയെ പറ്റി കിടക്കണ്ട. അതെന്താ? എനിക്കൊന്ന് വിസ്തരിച്ച് കിടക്കണം. ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോ ഒരു പായ ഉണ്ടായിരുന്നല്ലോ, ആ പായ എടുത്തൊന്ന് വിരിച്ച് കിടക്ക ചെലിച്ച കുട്ടി. AC-യുടെ തണുപ്പിടിക്കുമ്പോ മകരമാസമല്ലേ, എനിക്ക് കോച്ചി പിടിക്കും. അയ്യോ, അങ്ങ് കോച്ചി പിടിക്കട്ടെ. ഇനിയിപ്പൊ നീ പനിച്ച് വിറച്ച് കിടന്നാലും അവിടെ അങ്ങ് കിടന്നാ മതി. എന്റെ മോൻ ചെയ്ത് തെറ്റിട്ട് എന്നെ ഇങ്ങനെ ശിക്ഷിക്കരുത് കരകെ. അങ്ങനെ ശിക്ഷിക്കാതിരിക്കണമെങ്കിൽ എന്റെ മോളെ പറഞ്ഞു തിരുത്തണം. നീ നിന്റെ മകനും കൂടി. അവളേം ജ്വല്ലറിയുടെ മോഡൽ ആവാൻ പാടില്ല. അതിന് പറ്റത്തില്ല കരയെ. 2 വർഷത്തെ എഗ്രിമെന്റ് അവൾ സൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് ഈ വീട്ടിലുള്ളവർക്ക് തീരെ വേദന ആയിരിക്കാം. മൂർത്തി സാറിന്റെ ഒക്കെ സ്വഭാവം വെച്ച് അവളെ അടിച്ച് വെളിയിലിറക്കേണ്ട സമയം കഴിഞ്ഞു. എന്നിട്ട് മറ്റു പലരെയും കുറിച്ച് ഓർത്തിട്ടാ അവരത് ചെയ്യാത്തത്. നീയും നിന്റെ മോനെ അവളെ പറഞ്ഞ് തിരുത്തില്ല. കാരണം ഈ വീട്ടിലുള്ളവര് വേദനിക്കുന്നതാ നിനക്കൊക്കെ സന്തോഷം. അപ്പൊ പിന്നെ നിന്നെയൊക്കെ വേദനിപ്പിക്കാനും ആരെങ്കിലും ഒക്കെ വേണ്ടേ? അപ്പൊ ജലജമോളെ, മോള് പായ വിരിച്ച് താഴെ കിടച്ചല്ലേ. എന്ത് സുഖി കിടപ്പിനെ ഇവളെ മോളിലോട്ട് വിളിക്കുന്നേ ഭഗവാനെ. ജലജമോൾ എന്താ പ്രാർത്ഥിക്കാ? ഏയ് ഒന്നുമില്ല. പ്രാർത്ഥിക്ക്. അത് നിന്നെ തന്നെ തിരിഞ്ഞു കൊത്തിക്കോളും. ജലജയ്ക്ക് തലയണ വേണ്ടല്ലോ അല്ലേ? ഓ, നല്ല തണുപ്പ്. ഇവിടെ ബ്ലാങ്കറ്റ് ഒന്നുമില്ലേ? നിന്റെ ബ്ലാങ്കറ്റ് ഓർമ്മയായ പിന്നെ ഞാനിങ്ങനെ പാവരിച്ച് താഴെ കിടന്നിട്ടില്ല. മോളെ ജലദോഷം ഉറപ്പാ. കിടക്കയോടെ കത്തിക്കാനാ എനിക്ക് തോന്നുന്നത്. അവളെ മൂടി പതിച്ചാണെന്ന് ഉറങ്ങുവാ. എന്റെ ഉറക്കം കളഞ്ഞിട്ട് എനിക്കിനി ഇവിടെ കിടന്നാലൊന്നും ഉറക്കം വരത്തില്ല. ഇവളെങ്ങാനും ഉണർന്നാ ഇനി പോലും ഇല്ലാത്ത തറയിൽ കിടക്കാൻ പറയും. ഇവളിങ്ങനെ കൂർക്കം വലിച്ചിടന്ന് ഉറങ്ങുമ്പോ എനിക്ക് ഇവിടെ കിടന്ന് ഉറങ്ങാൻ പറ്റത്തില്ല. നീ ഉറങ്ങിയില്ലേ? ഉറക്കം വന്നില്ലമ്മേ. അല്ല, അമ്മ എന്താ ഉറങ്ങാത്തെ? അവള് ബെഡിൽ കയറി കിടന്നിട്ട് എന്നെ താഴെ കിടത്തിയിടാം. ഞാൻ പാവരിച്ച് താഴെയാ കിടന്നത്. AC ആണെങ്കിലോ അവൾ ഈ തണുപ്പത്ത് കൂട്ടിയിട്ടിരിക്കുക. ഒരു തരത്തിൽ എനിക്ക് ഉറക്കം വരുന്നില്ല. മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കാൻ അവരിങ്ങോട്ട് കയറി വന്നത്. സാരമില്ലമ്മേ, മുമ്പേ നിന്ന് ആദർശ് പരാജയപ്പെട്ട് വന്നാൽ ഇവിടെ എല്ലാവരുടെയും കൊമ്പൊടിയും. അതിനവ പരാജയപ്പെടൂടാ. അതൊന്നും പറയാൻ പറ്റില്ലമ്മേ. എന്നെ വിളിച്ച അജ്ഞാതനുണ്ടല്ലോ, അയാളും അവിടെ ആദർശന് പണി കൊടുക്കുന്ന പറഞ്ഞിരിക്കുന്നേ. നീ അജ്ഞാതന്റെ കാര്യം മിണ്ടരുത്. അയാൾ ഒറ്റ ഒരുത്തനാണ് നമ്മളെ മോഹിപ്പിച്ചിട്ട് നിരാശപ്പെടുത്തിയത്. എനിക്ക് തോന്നുന്നതേ നമ്മളെ മനഃപൂർവ്വം കുരങ്ങ് കളിപ്പിക്കാൻ വേണ്ടി അങ്ങനെ ഒരുത്തൻ അവതരിച്ചതാ. എനിക്ക് അങ്ങനെ തോന്നിയില്ലമ്മേ. ആദർശ് ദുബായിലെ ജയിലിലായില്ല എങ്കിലും അവിടുത്തെ ബിസിനസ് തകർന്നില്ലേ? മോർസിസ് ജ്വല്ലറി താഴേക്ക് പോയില്ലേ? നമ്മുടെ ഷെയർ ഇടിഞ്ഞില്ലേ? എങ്ങനെയെങ്കിലും ആകാശമുട്ടെ വളർന്ന സ്ഥാപനം പടപടാന്ന് താഴോട്ട് പോയാൽ മതിയായിരുന്നു. അങ്ങനെ പോകുമേ. ആദർശം അനിയും കൂടിയാണ് ഇപ്പൊ കമ്പനി ഭരിക്കുന്നത്. പക്ഷേ കമ്പനിയിലെ പല വിശ്വസ്തരും ഇപ്പൊ മറുകണ്ഠം ചാടിക്കൊണ്ടിരിക്കുക. കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്തുകൊണ്ടിരിക്കുക. അതൊക്കെ മിക്ക ബ്രാഞ്ചിനെയും ബാധിക്കും. ഈ തിരുവനന്തപുരത്ത് പോലും അവരൊക്കെ അതിന് വലിയ വില കൊടുക്കേണ്ടി വരും. എന്നെ ഇറക്കി വിട്ട കമ്പനിയെ ആ കമ്പനി ഇനി ഉയർത്തെഴുന്നേൽക്കരുത്. ജ്വല്ലറിയിലെ നവ്യ മോഡലായിട്ട് പോയതുകൊണ്ടേ നിനക്കെന്തെങ്കിലും മെച്ചമൊക്കെ കിട്ടുമായിരിക്കും അല്ലേ? അങ്ങനെയാണ് എന്റെ വിശ്വാസം. പെട്ടെന്നൊന്നും വേണ്ട. ഒരാവേശത്തിന് അവിടൊക്കെ കയറി പറ്റിയ ഇവിടെ ഉള്ളവർ ചിലപ്പോ ചതിച്ചു കളയും. ഇപ്പൊ അമ്മയെ താഴെ കെടുത്തിയ ഒരാളുണ്ടല്ലോ, അവരൊക്കെ വാ പോയ കോടാലിയ. നവ്യോട് അവരെങ്ങനെ സത്യം വിളിച്ചു പറഞ്ഞാ പിന്നെ പൊളിയാൻ പോകുന്നത് നമ്മളാ. അതുകൊണ്ടാണ് ഞാൻ എല്ലാം സഹിക്കുന്നത്. ഇനി ഇപ്പൊ ഹാളിൽ എങ്ങാനും പോയി കിടക്കാം, അല്ലാതെ എന്ത് ചെയ്യാനോ?